അവരൊരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വച്ചാണ് കർത്താവിന്റെ മഹത്വം അവർ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ സമ്പർക്കത്തിലായിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോഴേ ശരിക്കും കർത്താവ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ബ്ലൈൻഡ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്വരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സ്വരത്തിനിടയിൽ ശരിക്കും കർത്താവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നേയില്ല. ഈ ബഹുസ്വരത എന്നൊരു വാക്കുണ്ട്, മൾട്ടിപ്പിൾ വോയിസസ്, ബഹുസ്വരത. അതായത് അപ്പൻ പറയുന്നു, അമ്മ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, സ്നേഹിതര് പറയുന്നു, റേഡിയോ പറയുന്നു, ടെലിവിഷൻ പറയുന്നു, ചാനൽ പറയുന്നു, യൂട്യൂബ് പറയുന്നു. മൾട്ടിപ്പിൾ വോയിസസ് ആണ്. ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ക്രൈസിസ് എന്താ? ഈ ബഹുസ്വരതയുടെ നടുവില് ദൈവം എന്താ പറയുന്നത്? ഭയങ്കര പാടാണത്. ഈ ദൈവത്തിന്റെ സ്വരം അതിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയുക. അപ്പൊ ഈ ദൈവസ്വരം അറിയാൻ ഇവിടെ ഈ ഭാഗം നമ്മളോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട നമ്മൾ ഇത്തിരി മാറണം. മാറുക എന്ന് പറഞ്ഞാൽ അതാണ്, മാറുക എന്നുള്ളതിന് ഒത്തിരി അർത്ഥമുണ്ട്. നമ്മൾ അങ്ങനെ മാറുന്നതിന്റെ ഒരു സൂചനയാണ് സൈലൻസ്, നിശബ്ദത. നമ്മുടെ ഒരു ദിവസത്തില് ഇപ്പോ നമുക്ക് ഒരു 2 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ ആ 2 മിനിറ്റിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെ? ഈ ഫോൺ എടുത്തിട്ട് വല്ല മെസ്സേജും വന്നോ നോക്കുന്നു, വല്ല ശ്രദ്ധിക്കുന്നു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ 24 hours ഒക്യുപ്പൈഡാണ്, എപ്പോഴും ഒക്യുപ്പൈഡാണ്. അതായത് വേറെ ഒന്നുമില്ലാതെ ഇതങ്ങോട്ട് മാറ്റി, ഇത് ഫോണാണെന്ന് ഇതങ്ങ് മാറ്റി, ബാക്കിയെല്ലാം മാറ്റിയിട്ട് പൂർണ്ണമായ നിശബ്ദതയിൽ ദൈവം എന്താ സംസാരിക്കുന്നത് എന്ന് ലിസൺ ചെയ്യാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഫോർമേഷൻ ആവശ്യമുണ്ട്. അതങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ കർത്താവ് എന്ത് പറയുന്നു, ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇത് നമ്മളെ അനലൈസ് ചെയ്താൽ നമ്മൾ മുഴുവൻ സമയം എൻഗേജഡ് ആണ്. സത്യത്തിൽ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എൻഗേജഡ് ആണ്. കാരണം എന്താ? ഈ ഇതുണ്ടല്ലോ. അപ്പോ ഭയങ്കര പറയാം, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ലത്. ഈ ഉയർന്ന ഒരു മല, അത് നിശബ്ദതയുടെ മലയാണ്, ഏകാന്തതയുടെ മലയാണ്, കർത്താവിന്റെ സ്വരം കേൾക്കാനുള്ള ആഗ്രഹത്തിന്റെ മലയാണ്. നമ്മൾ ബൈബിള് വായിച്ച ദൈവമേ നീ എന്ത് സംസാരിക്കുന്നു എന്ന് കാതോർക്കുന്ന ഒരു മലയാണ്. അപ്പൊ അവിടെ വച്ചാണ് യേശുവിനെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, യേശു ആയിരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈശോ രൂപാന്തരപ്പെടും. അവിടെ പിതാവിന്റെ സ്വരം, ദൈവ സാന്നിധ്യം, ഒത്തിരി കാര്യങ്ങൾ നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴേ നടക്കും.